സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കെച്ച് ബുക്ക് ടൂറാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. സോ ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ സ്കെച്ച് ബുക്സ്. നമുക്ക് ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ആ ഒന്നിലുള്ള മൊത്തം ഡ്രോയിങ്സ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഈ സ്കെച്ച് ബുക്കാണ്. ഫ്രണ്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ വരച്ചത് നെയ്മറാണ്. അപ്പോൾ നെയ്മർ സെലിബ്രേഷൻ എടുക്കുന്ന ഒരു ഡ്രോയിങ് ആണ് നമ്മളിവിടെ വരച്ചത് ഗൈസ്. അപ്പോൾ ഇത് അപ്പോൾ ഞാൻ കളറും വെച്ചൊക്കെയാണ് വരച്ചത്. കളറും പെന്നൊക്കെ വെച്ചാണ് ഈ ഒരു ഡ്രോയിങ് നമ്മൾ വരച്ചത് ഗൈസ്. എന്നിട്ട് നമ്മൾ വെച്ച വിനീഷ്യസിനാണ്. വിനീഷ്യസ് നമ്മൾ വരച്ചത് ഫുൾ പെൻസിൽ ഡ്രോയിങ് വെച്ചാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നമ്മൾ അഡിഡാസിൻ്റെ ആ ഇതെല്ലാം വരച്ചതാണ്. നേർവാടായിരുന്നു. എന്നിട്ട് ഇതാണ് ഗൈസ് സ്ലാറ്റൻ നമ്മൾ വരച്ചെടുത്തത്. ഈ സ്ലാറ്റൻ അത്യാവശ്യം എളുപ്പമായിരുന്നു. പിന്നെ വലിയ നമ്മൾ ഷെയ്ഡിങ്സും കൊടുത്തുള്ള മൊത്തം പെൻ തന്നെയാണ് നമ്മൾ കൊടുത്തത്. സോ ഗൈസ്, നമുക്കിനി അടുത്ത ഡ്രോയിങ് കൊടുക്കാം. അടുത്ത നമ്മൾ ബെല്ലിയിലാണ്. ഈ ഫേസ് വരയ്ക്കാനാണ് ഗൈസ്. ഫേസും കണ്ണൊക്കെ വരയ്ക്കാനാണ് ഏറ്റവും കൂടുതൽ പണിയായിരുന്നത്. ഇപ്പോൾ ഈ ഒരു ഡ്രോയിങ് ഭയങ്കര പാട് ഞാൻ പെട്ടാണ് കുറേ വരച്ചത്. ഈ ഒരു ഡ്രോയിങ് നമുക്ക് ലെവൻഡോസ്കി നമ്മൾ ലെവൻഡോസ്കിനെ വരച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് ഫുൾ പെൻസിൽ വെച്ചാണ് തന്നെയാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ റൊണാൾഡോനെ വരച്ചിട്ടുണ്ട്. ഈ ഫേസ് അത്രയ്ക്ക് ശരിയായില്ലെങ്കിലും കൊള്ളായി. റൊണാൾഡോ എൻ്റെ ഫേവറേറ്റ് ഡ്രോയിങ് ആണ്. സോ ഗൈസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ വരച്ചത് അയൺമാനെയാണ്. അയൺമാനെ നമ്മളിവിടെ കുറച്ച് കളർ എടുത്തു. നമ്മൾ ആദ്യം ജസ്റ്റ് മൊത്തം കളർ എടുക്കാനാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചു എന്ത് പെൻസിൽ ഡ്രോയിങ്ങില്ല നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് കളർ വേണ്ടെന്ന് നമ്മൾ വിചാരിച്ചു. പിന്നെ നമ്മൾ വരച്ചത് ഹൾക്ക് വേഴ്സസ് ധാനോസ് ആണ് നമ്മൾ വരച്ചത്. ഹൾക്കും ഇതിവിടെ നമ്മൾ ഹൾക്കും ധാനോസും ഫൈറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ വരച്ചിട്ടുള്ളത് ഡോക്ടർ സ്ട്രെയിഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ ഇത്ര നമ്മൾ ഈ ഒരു സ്കെച്ച് ബുക്കിൽ നമ്മൾ വരച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്കെച്ച് ബുക്ക് ഇവിടെ ഫിനിഷായി. നമുക്ക് അടുത്ത് തന്നെ പേപ്പറിൽ വരച്ച ഡ്രോയിങ്സ് എല്ലാം ഒന്ന് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ്. ഞാൻ ഫസ്റ്റ് വരച്ച ഗോഗു വേഴ്സസ് വെജീറ്റയാണ്. ഇതെന്തെങ്കിലും ഒരു അടിപൊളി ഡ്രോയിങ് തന്നെയാണ്. ഞാൻ അത് മൊത്തം കളറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് അവർക്ക് അത്ര ക്ലിയർ ഇല്ല, അതുകൊണ്ട് എനിക്ക് ശരിക്കും മനസ്സിലാവില്ല. സോ ഗൈസ്, നമ്മൾ ഇറ്റാച്ചിനെ വരച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇറ്റാച്ചിനെ വരച്ചിട്ടുണ്ട്. അക്കട്സുക്കി ക്യാപിട്ട് ഇറ്റാച്ചി നമ്മൾ വരച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്തെടുത്ത് മൊത്തം ബ്ലൂ പെന്ന് വെച്ചാണ്. അപ്പോൾ ഈ ഒരു ചിത്രം ചെയ്തെടുക്കാൻ ഭയങ്കര പണി തന്നെ ആയിരുന്നു. എന്നിട്ട് നമ്മളെ കക്കാശി ഹട്ടൊക്കെ നമ്മൾ കക്കാശീനെ വരച്ചിട്ടുണ്ട്. അത് മൊത്തം നമ്മൾ പെന്ന് വെച്ച് തന്നെയാണ് ചെയ്തെടുത്തത് ഈ ഒരു കക്കാശീനെ. അപ്പോൾ ഇത് വരയ്ക്കാൻ വലിയ പണിയൊന്നും ഇല്ല. വരയ്ക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു, പക്ഷേ ഷെയ്ഡിങ് ഭയങ്കര പണിയായിരുന്നു. നെക്സ്റ്റ് നമ്മളെ ഗോഗു ആണ്. ഇതാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് പെൻ ഡ്രോയിങ് ചെയ്ത് വരച്ച് പഠിച്ച ഞാനിങ്ങനെ ഈ ഒരു പേപ്പറിലാണ് വരച്ച് പഠിച്ചത്. പിന്നെ ഇതിൽ മനസ്സിലായപ്പോഴാണ് ഞാൻ പിന്നെ സ്കെച്ച് ബുക്ക് എല്ലാം മേടിച്ചത് ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ഗോഗു ആണ്. നെക്സ്റ്റ് നമ്മൾ അടുത്ത സ്കെച്ച് ബുക്ക് എടുക്കാം. ഇതാണ് എൻ്റെ സ്കെച്ച് ബുക്ക്. വേറെ ഇതിലുള്ള ഡ്രോയിങ്സ് ഞാൻ കാണിച്ചു തരാം. ഇതിലുള്ള ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ സെനിറ്റ്സുവിനെ വരച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ബാക്കിയെല്ലാം അനിമിയാണ്. സെനിറ്റ്സു തണ്ടർ ബ്രീത്തിങ് ടെക്നിക്കിലെ ആ ഒരു ഡ്രോയിങ് നമ്മൾ വരച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ രംഗോഗുനെ വരച്ചിട്ടുണ്ട്. രംഗോഗു ഡെത്ത് ഒരു ടൈമിലുള്ള ആ ഡ്രോയിങ് ആണ് നമ്മൾ വരച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഇവിടെ ഇതെല്ലാം ആണ്. സോ നമ്മൾ ബാക്കിയൊന്നും വരച്ചില്ല. നമ്മൾ സെനിമീനെ വരച്ചിട്ടുണ്ട്. സെനിമി എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടറാണ്. അനിമയിൽ തന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഡീമൺ സ്ലേയേഴ്സിൽ തന്നെ സെനിമി. നെക്സ്റ്റ് ഇവിടെ നമ്മളൊന്നും വരച്ചിട്ടില്ല. നമ്മൾ നെക്സ്റ്റ് കക്കാശീനെ വരച്ചിട്ടുണ്ട്. നമ്മൾ കക്കാശി ഹട്ടാക്കിനെ വരച്ചിട്ടുണ്ട്. ഈ ഒരു ഡ്രോയിങ് നമ്മൾ കുറേ ഹാച്ചിങ് ഒക്കെ കൊടുത്ത് വരച്ചൊരു ഡ്രോയിങ് ആണ്. അപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റ് ഡ്രോയിങ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്കെച്ച് ബുക്ക് ഇത്ര കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ വരച്ച ചിത്രങ്ങൾ. അപ്പോൾ ഞാൻ പാർട്ട് 2 ഇടുന്നതായിരിക്കും. ഇനി പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങളെല്ലാവരും പരമാവധി ഒരു 200 ലൈക്ക് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഗൈസ് ഞാൻ പാർട്ട് 2 ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക അടുത്ത പാർട്ട് 2 വേണ്ടിയിട്ട്. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണേ.